നിനക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? അമ്മയുടെ കൂടെ. വസുധ എങ്ങനെയാണ് നിന്റെ അമ്മയായത്? വസുധയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 2 കോടി രൂപ താൻ എവിടെ ഇൻവെസ്റ്റ് ചെയ്തത്? കത്തിക്കരിഞ്ഞ ആരുടെയോ ശവശരീരം കണ്ട് അത് സ്വന്തം ഭാര്യയെ എന്റേതാണെന്ന് നിങ്ങൾ എങ്ങനെ തിരിച്ചറിഞ്ഞു? സനീഷ് 2ാം വിവാഹം കഴിച്ചതിൽ നിങ്ങൾക്കെപ്പോഴെങ്കിലും നഷ്ടബോധം തോന്നിയിട്ടുണ്ടോ? ഇല്ല. വസുധ നമുക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ് ജാമ്യമില്ലാതെ ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് സനീഷ് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ആ വീട്ടിൽ വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇയാൾക്കും ഇയാളുടെ 2ാം ഭാര്യയ്ക്കും ആയിരിക്കും. ഹലോ. ഹലോ, ചോലക്കര പോലീസ് സ്റ്റേഷൻ അല്ലേ? അതെ. മിസ്റ്റർ സനീഷ്, അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിയോ? അവരോട് ഇറങ്ങിയിട്ട് 2 മണിക്കൂറായല്ലോ. പിള്ളേരങ്ങോട്ട് നശൂലം പിടിച്ച വർഗങ്ങള്. ഹലോ, ഇനി വരട്ടെ, അവളോടൊപ്പം ഒരു കറങ്ങാൻ പോക്ക്. കഴിഞ്ഞു പോയതൊക്കെ മറക്കാനും എന്നോട് ക്ഷമിക്കാനും നിനക്കാവില്ലേ? ഒരുമിച്ച് ജീവിച്ചിരുന്നപ്പോ ഒരുപാട് കാര്യങ്ങൾ മറന്നതല്ലേ, പലതും ത്യജിച്ചതല്ലേ. ഇനി വയ്യ. ഞാൻ പറയുന്നത് എനിക്കൊന്നും കേൾക്കണ്ട. കുട്ടികൾ അവിടെ തനിച്ച. എന്നെ കൊണ്ടുവിട്ടില്ലെങ്കിൽ ഞാൻ ഓട്ടോ വിളിച്ചു പൊക്കോളാം. വസുദേ, നീ മരിച്ചുപോയെന്ന് ഞാൻ കരുതിയത് തെറ്റാണ്. രജിതയെ വിവാഹം കഴിച്ചതും തെറ്റാണ്. പക്ഷേ നീ ജീവനോട് തിരിച്ചു വന്നപ്പോ നീ ഇല്ലാതിരുന്ന 2 വർഷം, ആ കാലത്താ നിന്റെ വിലയും നിന്റെ സ്നേഹമൊക്കെ ഞാൻ തിരിച്ചറിയുന്നത്. ഇപ്പോ നീ എൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോ നീ എന്നെ ഉപേക്ഷിക്കരുത്. നിന്റെ സ്നേഹമില്ലാതെ എനിക്ക് നീ ജീവിക്കാൻ പറ്റില്ല. വസുദേ, നീ എന്നെ ഉപേക്ഷിച്ചെങ്ങും പോകരുത്. നിങ്ങളുടെ 2 ഭാര്യമാരിൽ ഒരാളായി നിങ്ങൾക്ക് നിങ്ങളുടെ 2ാം ഭാര്യയ്ക്ക് അടുക്കളപ്പണി ചെയ്യാൻ ഞാൻ അവിടെ കഴിയണോ അല്ലേ? രചിതയെ ഒഴിവാക്കിയാൽ, അവളെ ഡിവോഴ്സ് ചെയ്താൽ ഞാൻ നിങ്ങളുടെ ഭാര്യയായിട്ട് അവിടെ കഴിയാം. അത് നടക്കില്ലല്ലേ? രചിതയെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്കാവില്ല. രചിതയുടെ സ്വത്തും വേണം, എന്റെ പണവും വേണം. മതി, നമുക്ക് ഇവിടെ വെച്ച് മതിയാക്കാം. എനിക്ക് തരാനുള്ള പണം തന്ന ആ നിമിഷം ഞാനും എന്റെ മോനെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയേക്കാം. സച്ചൂട്ടൻ എന്റെയും കൂടി മോനാണ്. നമ്മുടെ മോളും എന്റേത് മാത്രമായിരുന്നില്ല. എന്റെ മോനെയും കൂടെ കൊലയ്ക്ക് കൊടുക്കാൻ എനിക്ക് മനസ്സില്ല. അവനെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. 2 കോടി രൂപയൊക്കെ പെട്ടെന്ന് എടുത്തു തരാൻ ഞാനിപ്പോ വിചാരിച്ച നടക്കില്ല. നടക്കണം. അത് നടക്കുന്നത് വരെ ഞാൻ ആ വീട്ടിലുണ്ടാവും. കഴിഞ്ഞ മണിക്കൂർ വരെ നിങ്ങൾ കണ്ട വസുധയായിട്ടല്ല, പണ്ട് നിങ്ങളുടെ ഭാര്യയായിരുന്ന വസുധയല്ല നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്.
നിങ്ങൾ ഇവളെയും കൊണ്ട് എവിടെ കറങ്ങാൻ പോയതാ? കറങ്ങാൻ പോയെന്നോ? പോലീസ് സ്റ്റേഷനിൽ പോകണമെന്ന് എന്നോട് പറഞ്ഞിട്ടല്ലേ പോയത്? സത്യം പറ, നിങ്ങൾ രണ്ടാളും കൂടെ ബീച്ചിൽ പോയില്ലേ? ബീച്ചിലോ? പോലീസ് സ്റ്റേഷനിലാ? രണ്ട് മണിക്കൂർ മുന്നേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയെന്നാ ഞാൻ അറിഞ്ഞത്. എന്തിനാ കള്ളം പറയുന്നത്? നമ്മൾ രണ്ടുപേരും ബീച്ചിലായിരുന്നല്ലോ ഇത്. അല്ലെങ്കിലും ഇവളോട് പറഞ്ഞാ എന്താ? ഇവള് നിങ്ങളെ മൂക്കി കേറ്റോ? അപ്പോ എന്റെ തോന്നല് സത്യവാ. നിങ്ങൾ എന്തിനാ ഇവളെയും കൊണ്ട് ബീച്ചിൽ പോയത്? അത് സംസാരിക്കാൻ. ഓ, ഇവിടെ വെച്ച് നിങ്ങൾക്ക് ഇവളോട് സംസാരിക്കാനും ശൃംഗരിക്കാനും ഞാനൊരു തടസ്സമല്ലേ? അതുകൊണ്ടായിരിക്കും ബീച്ചിൽ പോയത്. നാണമില്ലായിരുന്നോടി നിനക്ക് എന്റെ ഭർത്താവിനോട് ബീച്ചിൽ ശൃംഗരിക്കാൻ പോവാൻ? ഓടി. കണ്ടോ കണ്ടോ, നിങ്ങൾ കണ്ടോ അവൾ എന്നോട് പറഞ്ഞിട്ട് പോയത്? എന്റെ മുഖത്ത് നോക്കി അവള് പറഞ്ഞത് കേട്ടില്ലേ? ചോദിച്ചു വാങ്ങിയതല്ലേ നീ? ആഹാ, അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടോ അവൾ ഇത്രയും നെകളിക്കുന്നതല്ലേ? കേട്ടോ, നിങ്ങളുടെ പൊന്നുമോനും ആദ്യ ഭാര്യയും ഇപ്പൊ ഒന്നായി. ഞാൻ ഔട്ട്. നീ എന്തൊക്കെയാ രജിതേ പറയുന്നേ? നിനക്ക് തലയ്ക്ക് വെളിവില്ലേ? നന്നായി, എനിക്ക് വട്ടാണെന്ന് കൂടെ വരുത്തി തീർത്താ എല്ലാം എളുപ്പമായല്ലോ. നിങ്ങൾ ഇങ്ങനെ കീരിയും പാമ്പും കളിച്ചാ ബാക്കിയുള്ളവരുടെ സ്വസ്ഥത കൂടെ പോവുമല്ലോ. എടാ, ഇവള് പറയുന്നതൊക്കെ നേരാണോ? അമ്മേ, വസുതയ്ക്ക് എത്രയും പെട്ടെന്ന് അവളുടെ പണം കൊടുക്കണമെന്ന് അവള് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. പണം കൊടുത്ത ആ നിമിഷം അവളിവിടെ നിന്ന് ഇറങ്ങി തരാമെന്നും പറഞ്ഞു. എടുപിടിന്ന് പണം കൊടുക്കാൻ പറഞ്ഞ എന്റെ എവിടെന്നാ പൈസ? അല്പ സാവകാശം ചോദിക്കാനും വസുധയെ ഒന്ന് അനുനയിപ്പിക്കാനോ ഞാൻ അവളെ ബീച്ച് വരെ കൊണ്ടുപോയി സംസാരിച്ചു. എന്നിട്ട് സംസാരിച്ചിട്ട് എന്തായി? അത് പറ. സാവകാശം തരും. അത് പക്ഷേ അതുവരെ അവളോട് താമസിക്കും. എന്ന് അവക്ക് എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള പണം കൊടുത്തിട്ട് പറഞ്ഞു വിട്. അതിന് എന്റെ കയ്യിൽ പണമില്ല. അവളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ വാങ്ങിയ 2 കോടി എന്ത് ചെയ്തു? ആ കണക്കൂടെ പറഞ്ഞ വസതിക്ക് കൊടുക്കാനുള്ള 2 കോടി രൂപ ആകാശത്തിൽ നിന്ന് പൊട്ടി വീഴോ? അതോ നീ തരുമോ? രണ്ടും നടക്കില്ല. ഞാനും തരില്ല, ആകാശത്ത് പൊട്ടി വീഴത്തുമില്ല. ദേ, എത്രയും പെട്ടെന്ന് അവൾക്ക് കൊടുക്കാനുള്ള കൊടുത്തു വിട്ടില്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അതിന്റെ കൂടെ മറ്റു പലതും. ഓർത്തോ? എന്റെ അച്ഛൻ മുകുന്ദമേനോന്റെ ഒരു മുഖം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ.
കുടിച്ച് വിയർത്തേന്റെ പനിയായത്. ഞാനില്ലാത്ത തക്കം നോക്കി രണ്ടാളും ഇവിടെ തകർത്തല്ലേ. സുഖമില്ലാത്ത കുട്ടിയല്ലേ അയിനു. നീ എന്തിനാ സച്ചു അയിനൊപ്പം കളിക്കാൻ കൂടിയത്? പോട്ടെ, സാരമില്ല. അമ്മ മോൾക്ക് ഓട്സ് കാച്ചിക്കൊണ്ടുവരാം. മോനെ, അയിനൊന്ന് നോക്കിക്കോണേ. ചിറ്റമ്മ വഴക്ക് പറഞ്ഞ കാര്യം അമ്മടുത്ത് പറയല്ലേ കേട്ടോ. ഞാൻ പറഞ്ഞിട്ടില്ലേ അടുക്കള കയറരുതെന്ന്? നീ അടുക്കള പെരുമാറണ്ട. ഈ വീട്ടിൽ എവിടെ നോക്കിയാലും കീരിയും പാമ്പും ആണല്ലോ. ഈ വീട്ടിൽ ഞാനാണോ വലുത് ഇവളാണോ വലുത് അതെനിക്കറിയണം. എടി, നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഇതൊന്നും എടുക്കരുതെന്ന്. അവളുടെ ഒരു ഓട്സ്. അയ്യോ മോളെ, തല്ലിയല്ലേ നിന്നെ ഞാനുണ്ടല്ലോ. കൊന്നുകളയും നിന്നെ ഞാൻ. ആഹാ, അത്രയ്ക്ക് ധൈര്യം ഉണ്ടോ നിനക്ക്? എന്നാ നീനെ കൊല്ല്. കത്തി മാറ്റ്. ധൈര്യം ഉണ്ടെങ്കിൽ കൊല്ലടി. വിട് മോളെ. അമ്മ അവളെ വിട്. കത്തി വിട്. കൊല്ലട്ടെ എന്നെ. അമ്മയല്ലേ പറയുന്നത്, വിട്. അവൾ എന്താ ചെയ്യുന്നെന്ന് കാണട്ടെ. അമ്മ വിട്. ഇവിടെ ഞാൻ ഇവിടെ വിട്. വിടമ്മേ. അമ്മ എന്റെ കൈ വിടാൻ. എന്താ ഇവിടെ ബഹളം? അമ്മ വിടാൻ. അമ്മ എന്റെ കൈ വിടാൻ. വാടി, നീ ധൈര്യം ഉണ്ടെങ്കിൽ വാ. എനിക്കൊന്ന് കാണണം. വാടി. എന്താ ഈ കത്തിയൊക്കെ? മാറിക്ക. ഇവളെന്നെ തല്ലി. എന്താ വസതേ, എന്തിനാ അവളെ തല്ലിയേ? സുഖമില്ലാതെ കിടക്കുന്ന എന്റെ കുട്ടിക്ക് ഇത്തിരി ഓട്സ് കാച്ചാൻ വന്നതാ ഞാൻ. ഞാൻ ഈ അടുക്കളയിൽ കയറി പോരുത് പോലും. എന്നെ എന്റെ കുട്ടികളെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് നിന്റെ പരിപാടിയെങ്കിൽ ഇവളെ ഞാൻ കൊല്ലടി. കാണണം. രജിതേ, നീ നിന്റെ റൂമിലേക്ക് പോ. ഞാൻ പറഞ്ഞത് വീട്. നിങ്ങളെന്നെ വിടാനല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? എന്നെ തല്ലിയോളെ വെറുതെ വിടാൻ പാടില്ല. ചെന്നവളെ കൊല്ലും. ചെല്ലാൻ ചെല്ല്. എടി അമ്മേ, അവളെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞാൽ മതി. ആ നിമിഷം നമ്മൾ മൂന്നൂര് അകത്താ. അകത്തായാലും വേണ്ടിയില്ല. നിനക്കെന്താ പേടിയുണ്ടോ? എന്റെ ദേഹത്തെ കൈവച്ചവളെ തല്ലി കൊല്ലണം എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ,
ഈ വീട്ടിൽ വെച്ച് അവൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാ അതിന് ഉത്തരവാദികൾ ഞാനും നീയും മാത്രമായിരിക്കുമെന്ന് അവള് പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുക. എന്റെ ഈശ്വര, ഒന്ന് അനുസരിക്കും മോളെ. ഇനി നിനക്ക് ജയിലിൽ കിടക്കാൻ മോഹം ഉണ്ടെങ്കിൽ ചെല്ല്. ചെന്നവളെ തല്ലുകയോ കൊല്ലുകയോ എന്താന്ന് വെച്ചാ ചെയ്യ. അതിന്റെ പേരിലുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായാലും അത് അനുഭവിക്കാൻ തയ്യാറായിക്കും. ഓ ഓ മോളെ, നീ ഒന്ന് സമാധാനപ്പെട്. അയ്യോ, ഓ. മതി. കുറച്ചുകൂടെ കുടിക്കാം. മതി മതി അമ്മ, എനിക്ക് മതി. ആഹാ, നമ്മൾ കിടന്നു. സനീഷേട്ടാ, വസുത എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവാക്കണം. പണം മാത്രമാണല്ലോ അവളുടെ പ്രശ്നം, അതുടനെ കൊടുക്കണം. 2 കോടി ഞാൻ തലകുത്തി നിന്നാലും ഈ അടുത്ത കാലത്തൊന്നും ഇത് നടക്കില്ല. ദൂരത്തിന് നിങ്ങൾ അമ്മയും മക്കളും മിടുക്കനാണെന്ന് എനിക്കറിയാം. എന്നാലും ചോദിക്കുക, ആ പണം നിങ്ങൾ എന്താ ചെയ്തേ? വീതിച്ചെടുത്തു എന്ന് പറയുന്നതാ ശരി. 2 പെങ്ങന്മാരും വസ്തു വാങ്ങി, വീട് വെച്ചു, കാറ് വാങ്ങി. ഞാൻ ഈ വീടൊക്കെ പുതുക്കി പണിതു, കാറ് വാങ്ങി. അങ്ങനെ പണം 4 വഴിക്കായി പോയി. വാങ്ങിയ പണം തിരിച്ചു തരാൻ പെങ്ങന്മാരോട് പറയണം. ഞാൻ ചോദിച്ചു, അവരും കുറച്ച് സാവകാശം ചോദിക്കുക. അതൊന്നും തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയില്ല. വീട്ടുകാരെ ധിക്കരിച്ച ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊപ്പം ജീവിച്ച് കാണിക്കാനും ഞാൻ ബാധ്യസ്ഥയാണ്. എന്റെ വീട്ടുകാർക്ക് മുന്നിൽ ഒരു പരിഹാസ കഥാപാത്രമാവാൻ എനിക്ക് വയ്യ. എന്തു ചെയ്തിട്ടാണെങ്കിലും അവളുടെ പണം കണ്ടെത്തി അവൾക്ക് കൊടുക്കണം. അവളെ ഇവിടുന്ന് ഒഴിവാക്കണം. വസുധയെ പുറത്താക്കാൻ രജിതയുടെ ഗൂഢതന്ത്രം ഇവിടെ തുടങ്ങുന്നു. ആവശ്യപ്പെട്ട പണം തിരിച്ചു കിട്ടാതെ മടങ്ങുവാൻ വസുധ തയ്യാറാകുമോ? സനീഷിന് പറ്റിപ്പോയത് കൈയബദ്ധമോ? പണവും സത്യവും നേർക്കുനേർ പോരാടുമ്പോൾ വിധി ആരുടെ പക്ഷം ചേരും? കാണുക തുടർന്നുള്ള ഭാഗങ്ങളിൽ.